Hi dear friends, Maria's Kitchenലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയ ഒരു ഉഴുന്നുവടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇതുണ്ടാക്കുവാനായി ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്നെടുത്ത് നല്ലപോലെ കഴുകി 4 മണിക്കൂർ നേരം കുതിർക്കാൻ വെച്ചിരുന്നു. 4 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഉഴുന്ന് ഒന്നുകൂടി കഴുകിയെടുത്ത് വെള്ളം വാർന്നു പോകാൻ വെച്ചിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാൻ, അതുപോലെ വെള്ളം കുറച്ച് മാത്രമേ ചേർക്കാവൂ. ഉഴുന്ന് മുഴുവനും ഒരു ട്രിപ്പായി അരച്ചെടുക്കരുത്, മിക്സി സ്റ്റക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ടിത് ഒരു 15 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. അതിനുശേഷം 2 സവാള അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില അരിഞ്ഞത്, പിന്നെ ഒരല്പം കായപ്പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കൈ വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം മാവ് കൈകളിലെടുത്ത് ഉരുളയാക്കി ഷേപ്പ് ചെയ്തെടുത്ത് നടുവിൽ ഒരു തുളയും ഇട്ടുകൊടുത്ത് എണ്ണയിലേക്കിടുക. കൈകളിൽ വെള്ളം നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഇളകി എണ്ണയിൽ വീഴുകയില്ല. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയം തീ ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇതിൽ ഓയിൽ ഒത്തിരി പിടിച്ചിരിക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.